അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബുൽ ആലമീനായ നാഥൻ അതിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അലസരും നിഷ്ക്രിയരുമാകാതെ റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറുമ്പോൾ 3 ആമീൻ പറയുന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 ആമീൻ പറഞ്ഞതിൻ്റെ കാരണം സഹാബത്തിനെ വിശദീകരിച്ച് നൽകുന്നുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പറയുന്നത്, ഒരു മനുഷ്യൻ റമദാൻ എത്തി എന്നിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പ്രായമുള്ള മാതാപിതാക്കൾ ഒരു ഉമ്മയോ ഉപ്പയോ ലഭിച്ചിട്ടും ഒരു മകനോ മകൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർ നശിച്ചു പോകട്ടെ. അള്ളാഹുവിന്റെ മാലാഖയായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ പേര് കേട്ടിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പേര് സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ നശിച്ചു പോകട്ടെ എന്ന പ്രാർത്ഥനയാണ്. അതിന് ഞാൻ ആമീൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിനെ ധന്യമാക്കണമെന്ന്, ഇനിയുള്ള രാവുകളിൽ കഠിനാധ്വാനം ചെയ്യണമെന്ന് മുഴുവൻ വിശ്വാസികളെയും ഉണർത്തുകയാണ്. ഞാൻ ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആയത്തുകൾ എന്ന് പറയുന്നത് സൂറത്തുൽ ഫുസ്സിലത്തിലെ 2 ആയത്തുകളാണ്. ഏവർക്കും ചിലപ്പോൾ സുപരിചിതമായിട്ടുള്ള ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വലാ തസ്തബിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നീ മനസ്സിലാക്കണം, നന്മയും തിന്മയും സമമാവുകയില്ല. തിന്മ ഒരിക്കലും നന്മയോട് സമമാവുകയില്ല. നീ നല്ലതുകൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്രകാരം നീ ചെയ്യുമ്പോൾ ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവ, നീയും ആരും തമ്മിലാണോ ശത്രുതയുണ്ടായിരുന്നത്, കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങൾ രണ്ടുപേരും ആത്മമിത്രമായി കൊണ്ട് മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ശമാലുക്കൾക്കല്ലാതെ ഈ ഒരു അവസ്ഥ നേടിയെടുക്കാൻ സാധ്യമല്ല. വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം, മഹാഭാഗ്യവാന്മാർക്കല്ലാതെ ഇത് ലഭിക്കുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിന്റെ ഏതു വഴികളിലും നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ് സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന മുഴുവൻ കാര്യങ്ങളിലും നിങ്ങൾ നന്മകൾ കൊണ്ടാണ് അതിനെ നേരിടേണ്ടത്, തിന്മകൾ കൊണ്ടല്ല. നിങ്ങളെ ഒരാൾ അപമാനിക്കുന്നു, വളരെ ലളിതമായ ഒരു സാഹചര്യമാണ്. മനുഷ്യർ പലപ്പോഴും നമ്മളെ കുറിച്ച് മോശം പറയും, നമ്മുടെ ന്യൂനതകൾ സദസ്സിൽ വെച്ച് പറയും, നമ്മളെ കളിയാക്കും, പരിഹസിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ചെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അവരെ അതുപോലെ പരിഹസിക്കുന്നു. അവന്റെ ഒരു ന്യൂനത നിങ്ങൾക്കറിയാം, ആ ന്യൂനത നിങ്ങൾ ആ സദസ്സിൽ പറഞ്ഞ് അവനെയും നിങ്ങൾ പരിഹസിക്കുന്നു, അപമാനിക്കുന്നു. ഇതല്ല ഒരു വിശ്വാസിയുടെ നിലപാടെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ഒരു തിന്മ ചെയ്താൽ അതിന് തിന്മയാണ് നിങ്ങളുടെ മറുപടി അല്ല, മറിച്ച് നന്മയായിരിക്കണം നിങ്ങളുടെ മറുപടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഇതാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു സ്വാധീനം ആ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ ഖുർആനിക തത്വം നടപ്പിലാക്കിയതാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രവാചക ജീവിതത്തിൽ നിന്ന് സൂചിപ്പിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യമാമയിലെ ഭരണാധികാരിയായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ. സുമാമ അതികഠിനമായ ഇസ്ലാം വിരോധിയായിരുന്നു. അതികഠിനമായ ഇസ്ലാം വിരോധമുള്ള സുമാമ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ അക്രമം വല്ലാതെ വർദ്ധിച്ചപ്പോൾ മദീനയുടെ ഭരണാധികാരിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രക്തം ഹലാലാക്കി. അഥവാ സുമാമയെ എവിടെ വെച്ച് കിട്ടുന്നുവോ അവിടെ വെച്ച് നിങ്ങൾക്ക് കൊന്നുകളയാം, അങ്ങനെയുള്ള പ്രഖ്യാപനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. സ്വാഭാവികമായും സുമാമ ഭയപ്പെടുകയും സുമാമ നാടുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാടുവിടുന്നതിനിടയിൽ മദീനയിൽ സ്വഹാബികളായിട്ടുള്ള പട്ടാളക്കാർക്ക് അദ്ദേഹത്തെ കിട്ടി. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് റസൂലിന്റെ പള്ളിയിൽ വന്ന് കെട്ടിയിട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇവർ തടവിലാക്കിയ വ്യക്തിയെ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, നിങ്ങൾക്കറിയോ നിങ്ങൾ ആരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് ആരാണ് ആളെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞ അറിയില്ല, ഇത് യമാമയുടെ ഭരണാധികാരി സുമാമയാണ്. പ്രവാചകന്റെ അതികഠിനമായി പ്രവാചകനെ വെറുക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായ സുമാമ. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടയക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന് കെട്ടയച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഒട്ടകത്തെ
കറന്നെടുത്ത പാൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. വീട്ടുകാരോട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ, തുമാമക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തെ സൽക്കരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. എന്താണ് ഇസ്ലാം, അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സ്വീകരിക്കാൻ തയ്യാറാണോ സുമാമ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. സുമാമ പറഞ്ഞു, ഇല്ല, അള്ളാഹു ആണ് സത്യം, ഞാൻ ഒരിക്കലും ഇത് സ്വീകരിക്കാൻ പോകുന്ന പ്രശ്നമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസവും ഇതുപോലെ വന്നു. പ്രവാചകൻ ഭക്ഷണം നൽകി, പ്രവാചകൻ അദ്ദേഹത്തെ സൽക്കരിച്ചു, എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ വീണ്ടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞു. ഞാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതിൽ വിശ്വസിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. പ്രവാചകൻ അദ്ദേഹത്തെ എല്ലാവിധത്തിലും സൽക്കരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് മതം ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. മതത്തിൽ വിശ്വസിക്കാൻ, മതത്തിന്റെ ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ളത് ഈ സത്യത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതിനെക്കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക, അത് സ്വീകരിക്കാതിരിക്കുക, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്, അവരുടെ മേൽ നിർബന്ധം ചെലുത്തേണ്ടവനല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുമാമയെ വെറുതെ വിട്ടു. ഇതാണ് ചരിത്രം. തുമാമയെ വെറുതെ വിട്ടു. അങ്ങനെ തുമാമ റസൂലിന്റെ സദസ്സിൽ നിന്ന് നടന്നിങ്ങനെ മുന്നോട്ട് പോയി. അദ്ദേഹം ചരിത്രത്തിൽ കാണാം, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടത്തില്, ഒരു കുളത്തിൽ അദ്ദേഹം ശരീരം വൃത്തിയാക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുന്നു. അങ്ങനെ അവിടെ എത്തി അദ്ദേഹത്തിന് വീണ്ടും ചിന്തകൾ ഉണ്ടാകുന്നു. അവിടെ നിന്ന് നേരെ മടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെത്തുന്നു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, തീർച്ചയായും ഷഹാദത്ത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ആകുന്ന പ്രവാചകന്റെ അതികഠിനമായ ശത്രുവായിരുന്ന തുമാമയെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്, മുഹമ്മദെ, ലോകത്തെ ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മുഖം അത് നിന്റേതായിരുന്നു ഇതുവരെ. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അത് നിന്റേതാകുന്നു. ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മതം ഇസ്ലാമായിരുന്നു. എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ള മതം ഇസ്ലാമാകുന്നു. ലോകത്തെ ഏറ്റവും വെറുപ്പുള്ള പട്ടണം അത് മദീനയായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പട്ടണം അത് മദീനയാണെന്നാണ് മഹാനായ തുമാമ റളിയല്ലാഹു അൻഹു അന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ ഹൃദയങ്ങളെ മറ്റു മനുഷ്യരെ സ്വാധീനിച്ചിരുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പരിഹസിക്കുന്നവരും നമ്മളെ ഉപദ്രവിക്കുന്നവരും നമ്മളെ അപമാനിക്കുന്നവരും നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ മറുപടി അവരെ അപമാനിക്കലാകരുത്, ഒരു തിന്മയാകരുത്. നിങ്ങളുടെ മറുപടി അവരെ കുറിച്ച് പരദൂഷണം പറയലാകരുത്. നിങ്ങളുടെ മറുപടി എന്നുള്ളത് അവരെ ഉപദ്രവിക്കലാകരുത്. അത് തിന്മക്ക് പകരം തിന്മയാണ്. അതല്ല ഒരു മുസൽമാന്റെ നിലപാട്. എന്നിട്ട് ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ശമാലുക്കൾക്ക് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു തത്വത്തെ ജീവിതത്തിലേക്ക് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വിഭാഗം ശമാലുക്കളാണ്, ക്ഷമയുള്ള മനുഷ്യരാണ്. എന്നിട്ട് ഖുർആൻ ഒന്നുകൂടി ചേർത്ത് പറയുന്നു, മഹാഭാഗ്യവാന്മാർക്കല്ലാതെ ഈ അവസ്ഥ ഒരിക്കലും വരികയില്ല, മഹാഭാഗ്യവാന്മാരല്ലാതെ ശമാലുക്കളാവുകയില്ല എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറയുന്നു. യഥാർത്ഥത്തിൽ റമളാൻ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദൗത്യം എന്നുള്ളത് ഈ തത്വത്തെ ജീവിതത്തിൽ നമ്മളെ പാലിക്കാനാണ്. നമ്മൾ നോമ്പുകാരാകുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം, നമ്മൾ സ്വയം നിയന്ത്രിക്കും. നമ്മളോട് ആരെന്ത് സംസാരിച്ചാലും അസഭ്യം പറഞ്ഞാലും തിരിച്ചു പറയണമെന്നും അതിനേക്കാൾ നല്ലൊരു അസഭ്യം തിരിച്ച് നമ്മൾക്ക് പറയണമെന്നൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷെ നോമ്പുകാരനാണ്, നമ്മൾ സ്വയം നിയന്ത്രിച്ച് സ്വയം നമ്മളുടെ കോപവും ദേഷ്യവും നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, അത് ജീവിതത്തിലുടനീളം പാലിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മിത്രമാകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരായി തീരുക എന്നാണ് മുഴുവൻ വിശ്വാസിനികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് പറയേണ്ട ഒരു ഭാഗം എന്നുള്ളത് നമ്മുടെ സ്വഭാവം, അതിനെ നന്നാക്കാനുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോകുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഈ റമദാനിലൂടെ നേടിയെടുക്കുന്ന തഖ്വ, മുത്തഖികളാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പോകുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ നല്ല സൽസ്വഭാവമുള്ളവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മനുഷ്യരോട് നന്നായി പെരുമാറാനും അവരിൽ നിന്ന് അനിഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി കൊണ്ട് നമ്മുടെ വികാരങ്ങളെ ക്രമീകരിക്കുന്ന മനുഷ്യരായി തീരാനും
നമ്മൾ നിരന്തരം പരിശ്രമിക്കുക, അത് മഹത്തായ കാര്യമാകുന്നു എന്നതാണ് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും കണ്ണാടി നോക്കുമ്പോൾ നമ്മൾക്കൊരു ദുആ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, എന്റെ രൂപത്തെ, എന്റെ ഖൽക്കിനെ നന്നാക്കിയതുപോലെ എന്റെ ഹുൽക്കിനെ നീ നന്നാക്കണേ എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാഹുമ്മ അസിൻ ഖുൽക്കി കമാ ഹസൻത ഖൽക്കി. അള്ളാഹുവെ, എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ, എന്റെ രൂപത്തെ നീ നന്നാക്കിയതുപോലെ. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മളുടെ ഇടപെടലുകളിൽ, മറ്റു മനുഷ്യരോടുള്ള ഇടപാടുകളിൽ വളരെ സൂക്ഷ്മത പാലിക്കുവാനും മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യാനും, അവരെന്ത് ചെയ്യുന്നു എന്നതല്ല നമ്മളെ ബാധിക്കേണ്ടത്. അവരപമാനിക്കുന്നുവെന്നോ അവർ നമ്മളെ ചീത്ത പറയുന്നു, അവർ നമ്മളോട് ഉപദ്രവം, അതല്ല. നമ്മൾ തിരിച്ചു ചെയ്യേണ്ടത് നന്മകൾ മാത്രമാണ്, വിട്ടുവീഴ്ചകളാണ്. നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് മാപ്പാണ്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ വളരെ വലിയൊരു മനുഷ്യനായിക്കൊണ്ട് മഹാഭാഗ്യവാന്മാരിൽ നിങ്ങൾ ഉൾപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു ആ മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വതക്കകളും സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രയാസകരമായിക്കൊണ്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ അന്തരീക്ഷം അത് നമ്മളെ ബാധിച്ചു തുടങ്ങി. നമ്മുടെ വീട്ടിലും അത് ബാധിച്ചു തുടങ്ങുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു സമാധാനം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുമാറാകട്ടെ. കലാപങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, ക്രൂരരായ ഭരണാധികാരികളിൽ നിന്ന് നമ്മയും നമ്മുടെ സമുദായത്തെയും നാടിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരുടെ മതസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള സഹായമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ നന്മ ചെയ്യുന്ന സന്ദർഭമാണ്. കയ്യിൽ എന്തൊക്കെയുണ്ടോ, എന്താണോ ഉള്ളത്, അതിൽ നിന്നൊരു വിഹിതം, നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഒരു വിഹിതം അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സർവ്വതും സ്വീകരിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.